ബലിയാടാവുന്ന ആൺകുട്ടികൾ. ഞാനിന്ന് പറയാൻ പോകുന്ന ഒരു വിഷയം കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളിൽ പലർക്കും അതിനോട് അഭിപ്രായം ഉണ്ടാവും. ഈ ഒരു വിഷയത്തിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ കുറേ കാലങ്ങളായിട്ടുള്ള ഒരു കാര്യമാണ് കല്യാണത്തിന് മുമ്പ് മനസ്സമ്മതം എന്നുള്ളൊരു പരിപാടി. അതായത് ഈ ചെക്കനെ നിനക്ക് ഇഷ്ടമാണോ, ഈ പെണ്ണെ നിനക്ക് ഇഷ്ടമാണോ എന്ന് അവർ ചർച്ചയിൽ നിന്ന് ചോദിക്കും. വളരെ നല്ലൊരു കാര്യമാണത്. തീർച്ചയായിട്ടും കെട്ടാൻ പോകുന്ന ആൾക്കാർക്ക് തമ്മിലൊരു ഇഷ്ടം വേണമല്ലോ. നമ്മുടെ ഇപ്പോൾ ഇസ്ലാം മതത്തിലായാലും വേറെതിൻ്റെ എനിക്കറിയില്ല, മുസ്ലിംസിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു രീതിയില്ല. അതായത് നിനക്ക് അവനെ ഇഷ്ടമാണോ എന്ന് വീട്ടുകാർ ചോദിക്കും, എനിക്ക് വേറെ ആളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പോലും നീ മിണ്ടാണ്ടടുത്തേക്ക് കുത്തിരിക്കും, ഞാൻ പറയുന്നത് കേട്ടാൽ മതി, അതെല്ലാം അങ്ങ് മറന്നു കള എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ദേഷ്യം പിടിപ്പിച്ച് കല്യാണം കഴിക്കുന്ന ഒരുപാട് കേസുണ്ട്. അത് പണ്ട് മുതലേ തുടർന്ന് വരുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ അങ്ങനെയുള്ള രീതിയിലൊരു വലിയൊരു വിഷയം വരുന്നുണ്ട്. എന്താണെന്നറിയോ? ഇവർ ഇപ്പോൾ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ഒരു അഫെയർ ഉണ്ട്, ഒരു ഇഷ്ടമുണ്ട്. അവൾ വീട്ടിൽ പറഞ്ഞാൽ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ഓക്കത് വീട്ടിൽ പറയാനുള്ള ധൈര്യമില്ല. കാരണം വീട്ടിൽ നിന്ന് പറഞ്ഞാൽ അവളെ കൂടെ അല്ല നിൽക്കുക, അവളെ ഷൗട്ട് ചെയ്യും, അവളെ നല്ല രീതിയിൽ എന്താ പറയുക അടിക്കും. അങ്ങനെയൊക്കെയുള്ള പേടി കാരണം വീട്ടിൽ ഓല് പറയാണ്ട് ആ കല്യാണത്തിന് പോലെ അങ്ങ് നിൽക്കും. പക്ഷെ പെൺകുട്ടീൻ്റെ മനസ്സിലൊക്കെ വേറൊരു ആളാണ് ഉണ്ടാവുക, ഈ അഫെയറുള്ള കുട്ടിയാണ് ഉണ്ടാകുക, ആൺകുട്ടിയാണ് ഉണ്ടാകുക. കല്യാണം കഴിഞ്ഞ് എന്നിട്ട് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഡിവോഴ്സാവും. അല്ലെ ആ കുട്ടി തുറന്ന് തന്നെ പറയും, എനിക്ക് ഇങ്ങനെ ഒരാളെ ഇഷ്ടമാണ്, നിങ്ങൾ ഒഴിവായി തരണം എന്നെല്ലാം തുറന്ന് തന്നെ പറയുന്ന കേസും നമ്മൾ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. തുറന്ന് തന്നെ ആ കുട്ടിക്ക് വേറൊരു ബന്ധം ഉണ്ടായിരുന്നു, ഞാൻ അവളോടി പോകാമെന്ന് പറഞ്ഞിട്ട് ഓളങ്ങ് പോയിക്ക്, എന്താ മോനെ ചെയ്യുക, നമ്മളെ മോന് ഒന്നും അറിയാണ്ട് രണ്ടാം കെട്ടുകാരനായില്ലേ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് സങ്കടം പറയുന്ന ഉമ്മമാരുണ്ട്. ഇവരങ്ങ് പോകും. ഇവർ ഇല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ ഉണ്ടാക്കി പിന്നെ അല്ലെങ്കിൽ ചാറ്റ് കാര്യങ്ങളെല്ലാം ആയി അപ്പോൾ ഭർത്താവ് പിടിക്കുക, അങ്ങനെയൊക്കെ ആയിട്ടും പല വിഷയമായിട്ടും ഇവർ പഴയ സ്നേഹിച്ച ആളെ തന്നെയാണ് ഒടുവിൽ കല്യാണം കഴിക്കുക. അപ്പോൾ ഇവിടെ ബലിയാടാവുന്നത് ആരാണ്? ആ ഒരു ആൺകുട്ടിയാണ്. പാവം അല്ലേ? ഒന്നും അറിയാണ്ട് കല്യാണം കഴിഞ്ഞ് ഒന്നും അറിയാണ്ട് എന്താ പറയുക, ഈ കുട്ടീൻ്റെ ഒരു വേറെ ആളോടുള്ള സ്നേഹം ഇവനോട് പറയാണ്ട് മറച്ചു വെച്ചുകൊണ്ട് എല്ലാം വലിയ പൈസ എല്ലാം മുടക്കി നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം വിളിച്ച് വലിയ കല്യാണമൊക്കെ നടത്തിയിട്ട് അവരുടെ മുമ്പിലൊക്കെ പരിഹാസ്യനായിട്ട് ഒരു ഡിവോഴ്സ് ആകുന്നത് വിഷയമല്ല, പക്ഷേ ബാക്കി വേറെ ആളോട് പോയി എന്നൊക്കെ പറയുന്നതും അല്ലെ വേറെ അഫെയർ ഉണ്ടെന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ നമ്മളൊരു പോരായിയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന പോലെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അത് ഭയങ്കര ഒരു അത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് യുവാക്കളുണ്ട്. എന്താണ് ഇതിനൊരു മാർഗം അല്ലേ? വീട്ടുകാരോട് പറയാനുള്ളത്, പെൺമക്കളുള്ള ഉപ്പാരോട് പറയാനുള്ളത്, പെൺമക്കളെ ഇഷ്ടം എന്താണോ അത് മനസ്സിലാക്കി അവരെ കെട്ടിക്കുക. ഒരു ആൺകുട്ടീൻ്റെ ജീവിതം നിങ്ങൾ ഡിവോഴ്സ് എന്നുള്ള പേര് വന്നാൽ ഡിവോഴ്സാണ്, എന്താ കാരണം, അതിൻ്റെ ഇതെന്താ, അങ്ങനെ വെറുതെ ഒന്നും ആരും ഡിവോഴ്സ് ആക്കുമല്ലോ, അവൻ്റെ അടുത്ത് എന്തോ പോരായ്മ ഉണ്ട്, ഓനെന്തോ ലഹരിയായിരിക്കും, ഇതായിരിക്കും അതായിരിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് ഒലിക്ക് പല പേരുകളുമാണ് നാട്ടിൽ വീഴുക. ഒലിക്ക് പിന്നെ ഒരു ആലോചന കിട്ടാനൊക്കെ മടിയുള്ളവരൊക്കെ ഒരുപാടുണ്ട്. വിവാഹ ജീവിതത്തിനോട് തന്നെ വെറുത്ത് പോകുന്ന ആൺകുട്ടികളുണ്ട്. അവരുടെ ജീവിതം എന്തിനാണ് വെറുതെ അല്ലേ ഒന്നും ഇല്ലാണ്ടാക്കുന്നത്? അപ്പോൾ ഈ പാരൻസ് ചെയ്യേണ്ട ഒരു കാര്യം, മക്കളോട് ചോദിക്കും, നിങ്ങൾക്ക് വേറെ അഫെയർ ഉണ്ടോ ഉണ്ടോ മോളെ, ഉണ്ട് എന്നാ പറയാമെങ്കിൽ അവർക്കങ്ങ് കെട്ടിച്ച് കൊടുത്തേക്ക്, എന്നാൽ അവരങ്ങ് സന്തോഷമായിട്ട് ജീവിച്ചോളൂ. ഇനിയിപ്പോൾ അവർക്ക് സന്തോഷമില്ലേ, അവളെടുത്ത തീരുമാനമല്ലേ, അവൾക്കാരെയും കുറ്റം പറയാനാവില്ല. ഇതാകുമ്പോൾ എന്നാ സംഭവിക്കുന്നത്, ഇവർ ഒളിച്ചോടിയിട്ട് ഒരു ആൺകുട്ടീൻ്റെ ജീവിതം അങ്ങനെ പോവുകയാണ്. ഇതിന് രണ്ട് കേസിലും ഈ കാര്യമാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ട് നടക്കുന്നത് പെൺകുട്ടികളെ കേസിലാണ്. പെൺകുട്ടികളാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. മോശമാണ് കേട്ടോ. ആ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം നശിപ്പിച്ച് അങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് വളരെ മോശമാണ്. എന്ത് അഫെയർ ഉണ്ടെങ്കിലും പ്രേമിക്കാൻ കാണിക്കുന്ന ധൈര്യം പ്രേമം തുറന്ന് പറയാനും കാണിക്കണം. അത് വീട്ടിലായാലും എവിടെ ആയാലും, അവനെ കെട്ടു ഞാൻ വേറെ കെട്ടൂല നിങ്ങളങ്ങ് പറഞ്ഞേക്ക്, എന്നാൽ പ്രശ്നമില്ല. ഒരു കുട്ടീൻ്റെ ജീവിതം അങ്ങനെ ആവില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിൽ തോന്നുകയാണ്. ശരിക്കും പറയാൻ വെച്ചാൽ ഈ ഒരു വിഷയം കഴിഞ്ഞ ദിവസം ഒരാൾ ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ അവനെ ഞാൻ പല മധ്യസ്ഥത്തിനും പോകുന്നതാണ്. അവിടുന്ന് ഈ ഒരു വിഷയം ആണ് സംഭവിക്കുന്നത്, ആൺകുട്ടികൾ ഇങ്ങനെ രണ്ടാം കെട്ടുകാരാകുകയാണ് എന്നൊക്കെ പറഞ്ഞ് മൂപ്പർ ഈ വിഷയം ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ശരിയാണ്. നമ്മുടെ അല്ലേ മുസ്ലിംസിൻ്റെ ഇടയിൽ ഒരു മനസ്സമ്മതം എന്നുള്ളൊരു കാര്യം വരണമല്ലേ ശരിക്കും. ഇഷ്ടം പരസ്പരം അറിയണം, എന്നാലൊന്നും ഈ ഡിവോഴ്സൊന്നും ഇങ്ങനെ ആകുമല്ലോ. നിങ്ങളെ അഭിപ്രായം എന്താ? നിങ്ങളതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ എടുത്ത് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വെറുതെ ആണെന്ന് തോന്നുന്നുണ്ടോ, വെറുതെ ഒരു കണ്ടൻറ്റിന് വേണ്ടി പറഞ്ഞാണെന്ന് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എനിക്കിഷ്ടം പോലെ കോളുകൾ ഇത്തരത്തിൽ വരുന്നുണ്ട്. സമൂഹത്തിൽ ഒരുപാട് ഇത്തരത്തിൽ നടക്കുന്നുണ്ട്. നിങ്ങളെ കുടുംബത്തിലും നിങ്ങൾക്ക് അറിയുന്നിടത്തിലും ഇങ്ങനെ നടന്നിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ട് ഓൾ വേറെ ആളോടി പിന്നെ ഞാൻ സ്നേഹിച്ച ആളോടി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങളെ അറിവിലോ കാര്യത്തിലോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരും. ഇത് നമുക്കൊന്ന് അല്ലേ നിർത്തണ്ടേ ഈ ഒരു രീതി? ആൺകുട്ടികളുടെ ജീവിതം വെച്ച് ഇങ്ങനെ ഇതുള്ളത് നമുക്ക് നിർത്തണ്ടേ?
ഇതിനൊക്കെ ഒരു അവസാനം കാണണ്ടേ? ഇങ്ങനെ പോയാൽ എത്ര ആൾക്കാരാണ് ഡിവോഴ്സായി പോകുന്നത്? ഇതിനെന്താണ് മാർഗ്ഗം ഒന്നേ ഉള്ളൂ. വീട്ടുകാരൊന്ന് പെൺകുട്ടികളോട് ദേഷ്യം പിടിച്ച് ഇതാക്കുന്ന മാറ്റിയിട്ട് ഒന്ന് ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുക, ഒരു സ്നേഹിക്കുന്ന ആളെ കണ്ടെത്തുക. അപ്പോൾ റോങ്ങാന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, നല്ലവനാന്ന് കെട്ടിച്ച് കൊടുക്കുക. അതേ ഇതിനുള്ള മാർഗ്ഗമുള്ളൂ. എന്നാൽ അവരങ്ങ് സ്നേഹത്തോടെ ജീവിക്കും. ആൺകുട്ടികളുടെ ജീവിതം ഇങ്ങനെ ആകുകയല്ല. ഉമ്മമാർ സങ്കടം കണ്ടിട്ട് പറയുന്നത് കേട്ടോ, ഇത് ഡിവോഴ്സായ മക്കളെ ആലോചിച്ചിട്ടുള്ള സങ്കടം കണ്ടിട്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയും.